വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. നാളെ ഇപ്പോൾ വിഷു ആണ്. അപ്പോൾ വിഷുവിൻ്റെ വ്ളോഗാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതെ ഗായ്സ്, നമ്മൾ പണിയെടുക്കുകയാണ്. പണിക്കിടയിൽ നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരാം. വിഷു പ്രമാണിച്ചുള്ള ക്ലീനിങ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാരണം കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. നാളെ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകാനാണ് പ്ലാൻ. അതാണ് നമ്മൾ നേരത്തെ നമ്മുടെ നാളികേരം അങ്ങോട്ട് ചിരകി വെച്ചത്. അങ്ങനെ ആ കടമ്പ കഴിഞ്ഞു. ഇനി തലയിലൊക്കെ എണ്ണ തേച്ച് നല്ലോണം ഒരു കുളി. വീട്ടിൽ കിട്ടാവുന്ന എല്ലാ തരം എണ്ണയെടുത്ത് തലയിൽ കമഴ്ത്തി കുളിക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. ഹൈ, കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യൂ. മഴ മഴ. അതെ ഗായ്സ്, ഡൽഹിയിൽ മഴ പെയ്തു. നല്ല ഭംഗിയുണ്ട്, നിന്റെ 4-5 ഫോട്ടോ എടുത്ത് തരാം എന്ന് പറഞ്ഞ് ഞാൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാണ്. അത് കഴിഞ്ഞു, ദേ കുളിച്ചു, മാസ്ക് ഒക്കെ ഇട്ട് നല്ല സുന്ദരിയായി. ഒരു രാത്രി ആവാറായിട്ടോ. ഇനി നമ്മുടെ പരിപാടി വിഷുക്കണി വെക്കലാണ്. ഇനി നമ്മൾ 3 പേരും കൂടി പൂ പൊട്ടിക്കാൻ പോവാണ്. ഇനി വെക്കാൻ കണിക്കൊന്നയും പിന്നെ നാളത്തെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ് നമ്മൾ പോകുന്നത്. കണിക്കൊന്ന വാങ്ങാനോ? കണിക്കൊന്ന വാങ്ങാനല്ല, ഇവിടെ അടുത്ത് പാർക്ക് ഉണ്ട്. അപ്പോൾ പാർക്കിൽ പോയിട്ട് കണിക്കൊന്ന പൊട്ടിക്കാനായിരുന്നു പ്ലാൻ. അയ്യോ, ഇവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. എൻ്റെ റൂംമേറ്റ്സ് ആണേ. ഈ പോണത് നമിത ചേച്ചി, അതന്നെ. പിന്നെ ഇപ്പോൾ ബാക്കിൽ കൂടെ വരുന്നതാണ് മുഫീദ ചേച്ചി. പിന്നെ ഒരാളും കൂടി ഉണ്ട്, ആളിപ്പോൾ നാട്ടിൽ പോയേക്കാണ്. ചേച്ചിയോ? അതെ ചേച്ചി. ഇവരൊക്കെ PG സ്റ്റുഡൻസ് ആണ്. അങ്ങനെ അതാ നമ്മൾ പാർക്ക് എത്താറായി. കണിക്കൊന്ന ഇവിടെ അവൈലബിൾ ആയിരുന്നില്ല, അതുകൊണ്ട് മഞ്ഞ നിറത്തിലുള്ള ഏത് പുഷ്പങ്ങൾ കണ്ടാലും പറിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. പിന്നെ വഴിയിൽ മുല്ലപ്പൂ കണ്ടപ്പോൾ മുല്ലപ്പൂ നമ്മൾ വാങ്ങിച്ചു. പാർക്കെത്തി. ഇതാണ് നമ്മുടെ പാർക്ക് ഗൈസ്. ഭയങ്കര വലിയ പാർക്കാണ് കേട്ടോ. ഇത് പ്രിയ പാർക്ക്. വൈകുന്നേര സമയങ്ങളിലും രാവിലെ സമയങ്ങളിലും ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മളതാ പൂ പൊട്ടിക്കാൻ കവറും കൊണ്ട് പോവാണ്. മഞ്ഞപ്പൂവേ നിന്തിരു മകരല്യത്താരി തരൂ മകരനിലാവേ. നമുക്ക് കുറേ മഞ്ഞപ്പൂ കിട്ടിയിട്ടോ. നല്ല നല്ല മഞ്ഞപ്പൂകൾ നമ്മൾക്ക് ശേഖരിക്കാൻ കഴിഞ്ഞു. അതാ നമ്മൾ നമ്മുടെ സദ്യക്കുള്ള പലഹാരങ്ങൾ, വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാനായിട്ട് കടയിലെത്തേക്കാണ്. വ്ളോഗാ, വിഷു വ്ളോഗ്. താങ്ക് യു. ഹാപ്പി വിഷു. അങ്ങനെ അതാ നമുക്ക് പൂവും കിട്ടി, സാധനങ്ങളും കിട്ടി. ഹൈലസ. ഈ പൈസ കൊടുത്തിട്ട് ചേച്ചി ദേ വരുന്നു. ഇനി പച്ചക്കറി വാങ്ങിക്കാനായിട്ട് വന്നേക്കാണ്. നാളെ സദ്യയല്ലേ, സദ്യ. ഇനി നേരെ വീട്ടിലേക്ക്. അതാ നമ്മൾ കണി വെക്കാണ് കേട്ടോ. കണ്ടോ ഞങ്ങളുടെ കണി കണ്ടോ. ഇതാണ് നമ്മുടെ കൃഷ്ണൻ. ഡൽഹിയിലല്ലേ, കോളേജ് സ്റ്റുഡൻസ് അല്ലേ, അതൊക്കെ മതി. കൃഷ്ണന് മനസ്സിലാവും. നമ്മളെ കൊണ്ട് സംഘടിപ്പിക്കാൻ പറ്റുന്ന പരമാവധി ഐറ്റം നമ്മൾ ഇതിൽ വെച്ചിട്ട് കുറേ പോവും, കുറേ സ്നേഹം. അങ്ങനെ കണി കാണാൻ നേരായി. കണ്ണുപൊത്തട്ടെ, ഞാൻ പറയുമ്പോൾ തുറക്കണേ. തുറന്നോളൂ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുയിൽ ചാത്തി കനകിങ്ങിനി വളകൾ മോതിരം. പറയൂ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ കണി? രാവിലെ ആയി, നമ്മൾ പോയി കുളിച്ചു, റെഡി ആവാനായിട്ട് നിൽക്കുകയാണ്. സാരി ഉടുക്കണം, അമ്പലത്തിൽ പോകണം, ഫുഡ് ഉണ്ടാക്കണം, ഫുഡ് കഴിക്കണം. വരുന്നു നമ്മുടെ സാരി. ഇതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന സാരി. വായോ എന്ന് ഞാൻ വിളിച്ചു, ക്യാമറയിലേക്ക് വന്നില്ല. നേരം വൈകി ടെൻഷൻ അടിച്ച് പോണ പോക്കാണ് കണ്ടത്. ഇതാ നമ്മുടെ ചേച്ചിനെ കണ്ടോളൂ. ഞങ്ങളപ്പോൾ പോയിട്ട് റെഡി ആയിട്ട് വരാം. സെറ്റ്. നാട്ടിലുള്ള എല്ലാവരും ഇന്ന് വീഴ്ത്തണം. നമ്മൾ മെട്രോ പിടിക്കാനായിട്ട് നടന്നു പോവാണ്. മുല്ലപ്പൂ കാണിച്ചു കൊടുക്കണം. നേരം വൈകി, നമുക്ക് മെട്രോയിൽ വെച്ചിട്ട് കാണാം കേട്ടോ. ബൈ. മെട്രോയിൽ കയറിയേ. നമ്മൾ മയൂർ വിഹാറിലുള്ള ഉത്തര ഗുരുവായൂരപ്പൻ ടെമ്പിളിലാണേ പോകുന്നത്. അവിടെ നിന്ന് സാക്ഷി പറയണ ചേച്ചിയുടെ വീട്ടിലേക്ക്. അവിടെ നിന്ന് നമുക്ക് ആലു പറാട്ട കിട്ടും. അതെ, അവിടെ നിന്നാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. വിശക്കണം. അങ്ങനെ ഫൈനലി നമ്മൾ അമ്പലത്തേക്ക് എത്തി. കണ്ടുപിടിക്കാൻ ഒട്ടും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല, കാരണം റോഡ് മുതലേ അങ്ങ് ക്യൂ ആണ്. അപ്പളേ പറഞ്ഞതല്ലേ നേരത്തെ എണീറ്റ് അമ്പലത്തിൽ പോവാൻ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ക്യൂ നിൽക്കാം, അത്ര തന്നെ. ചേച്ചിയുടെ വേറൊരു ഫ്രണ്ടും കൂടി വന്നു, ആസ്ത ചേച്ചി. ഞങ്ങൾ അങ്ങനെ 3 അങ്ങനെ വരി നീങ്ങി നമ്മളത് അമ്പലത്തിന്റെ അടുത്തെത്തി ഗൈസ്. ഇതാണ് ഉത്തര ഗുരുവായൂരപ്പൻ ടെമ്പിൾ. നമ്മൾ അങ്ങനെ അത് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കടന്നു. എന്തൊരു ഭംഗിയായിട്ട് അലങ്കരിച്ച്. നോക്കിയേ, അറ്റത്ത് കാണുന്നുണ്ടോ? അവിടെയായിട്ടാണ് കണി ഒരുക്കിയേക്കണേ. ഞാനിനി ഒന്നുകൂടി അടുത്തേക്ക് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? അപ്പം ഇതാണ് ഇപ്രാവശ്യത്തെ കണി.
കണ്ടോ ക്യൂ കണ്ടോ, ഉള്ളിലെത്തിയിട്ടും ക്യൂ തീർന്നിട്ടില്ലേ. ഇനി ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായി, കാരണം കുറേ മലയാളികൾ. എന്താണെന്നറിയില്ല, നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞാൻ ദീ നിൽക്കണ ആൻറ്റിയായിട്ട് കമ്പനിയായി. പിന്നെ വേറൊരു ആൻറ്റിയും കൂടി ഉണ്ടായിരുന്നു, അതിൻ്റെ മുമ്പിലാണ് ദീ അവിടെയാണ് നമ്മൾ എത്താറായി. ഉള്ളിലെത്താറായി. ഇനി വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, തൊഴുതിട്ട് വരാം. തൊഴുതിറങ്ങി നമ്മൾ അമ്പലത്തിൽ വെച്ച് തന്നെ ഫോട്ടോ എടുത്തു. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, നല്ല പ്രോപ്പറായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ എൻ്റെ സ്റ്റോറി ഇടാൻ വേണ്ടി എടുത്ത വീഡിയോ ആണേ. സുന്ദരിയായിട്ടില്ലേ, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുത്തു. അടുത്ത പരിപാടി സാക്ഷി ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് പറാട്ട കഴിക്കലാണ്. നമ്മൾ അങ്ങനെ റിക്ഷയിൽ കയറി സാക്ഷി ചേച്ചിയുടെ വീട്ടിലേക്ക്. So we are going to Sakshini's house. Yes. For eating paratha. അങ്ങനെ പറാട്ട കഴിക്കാനുള്ള മോഹവുമായി നമ്മൾ സാക്ഷി ചേച്ചിയുടെ വീട്ടിലെത്തി. അവിടെ പോയി ഫോട്ടോ എടുത്തു, റീലെടുത്തു. പക്ഷേ വ്ളോഗ് എടുക്കാൻ മാത്രം നമ്മൾ വിട്ടുപോയി. സോറി, എന്നോട് ക്ഷമിക്കണം. ആലു പറാട്ട കണ്ടപ്പോൾ തന്നെ കമന്നടിച്ച് വീണു. നല്ല അടിപൊളി ആലു പറാട്ട. ഫുഡ് കഴിച്ചു. ഞങ്ങളതാ തിരിച്ചു പുറപ്പെട്ടു. 5 പേരുണ്ടല്ലോ, എന്തുകൊണ്ട് ഊബറിൽ കൊണ്ടുകൂടാ. തിരിച്ചതാ വീട്ടിലെത്തി. ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവിടെയും നമ്മുടെ സദ്യ അങ്ങോട്ട് ഉണ്ടാക്കണം. അവരൊക്കെ ഓൾറെഡി അടുക്കളയിൽ കയറി. ഇത് നമ്മുടെ അപ്പുവാണ്. അപ്പം ഞാൻ വേഗം പോയി സാരിയൊക്കെ മാറിയിട്ട് വേഗം വരാം. ഞാൻ അവരെ കൂടി കണ്ടു. അവരോട് പോയി മുഫീദ് ചേച്ചി ക്യാമറയിലേക്ക് നോക്കൂ. Why are you guys not eating anything? എന്റെ വ്ളോഗിക്ക് ഹായ് ബോലു. Hi. या टेस्ट करके बोलना कैसा है कि It's nice. इट्स नाइस, Lighting बहुत अच्छी है. गुड. आप भी बोलो. Really good. सीरियसली? Yeah, really good. How is sambar? Sambar is just amazing. ഞാൻ സത്യം പറയട്ടെ, സാമ്പാർ ഞാൻ ഉണ്ടാക്കിയതാ. ഞാൻ വേറെ സത്യം പറയട്ടെ, ഒന്നുമല്ല, ഞാൻ ഉണ്ടാക്കിയത് കഴിച്ചു. കഴിച്ചു. One by fifth, I can say, right? Yeah. The whole cuisines. They're not rest 4/5. More to അവർ പോയി. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൈലാഷ് ആദ്യത്തെ സെഞ്ചുറി. मैं ब्लॉग बना रही हूँ. मतलब कैसा है फूड, कैसा है? Best. Everything is perfect. It's hard to differentiate which thing is best. Yes. बट सब अच्छा है. बहुत सांबार कैसा है? एकदम OP. So beautiful, so elegant, just looking like a wow. So that was how my first Vishu in Delhi went. Was such a beautiful day. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളെയും കൂടി കാണിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ശരി, പോട്ടെ. എന്നാൽ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.